ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. അവള് കൃത്യസമയത്ത് എങ്ങനെ അങ്ങോട്ടേക്ക് വന്നത് എന്നതാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പ്രതാപൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് അവളെ പറഞ്ഞു വിട്ടതാ. ആര്? വിശാലോ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് അല്ല. പിന്നെ ആരാ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് പ്രതാപ, നീ ഒന്ന് ഓർത്തു നോക്കിക്കേ, നമ്മൾ വിശാലിനെതിരെ എന്തൊക്കെ പ്ലാൻ ചെയ്തതാ. എന്നിട്ട് അവസാന നിമിഷമാകുമ്പോൾ അവള് കൃത്യമായി അവിടെ എത്താറില്ലേ. ഇത് കേൾക്കുന്ന പ്രതാപൻ കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. അപ്പോഴെല്ലാം അവൾ എന്താ പ്രതാപ പറഞ്ഞത്? ഇത് കേൾക്കുന്ന പ്രതാപൻ പറയുകയാണ് അവളുടെ ഉദയനൂരമ്മ അവൾക്ക് മനക്കണ്ണിൽ കാണിച്ചു കൊടുത്തെന്ന്. അങ്ങനെയാ അവൾ പറഞ്ഞത്. എനിക്കിപ്പോ തോന്നുന്നത് അത് സത്യമാണെന്നാ. അല്ലെങ്കിൽ വിശാലിനും ഗോപിയേട്ടനുമെതിരെയുള്ള ആപത്തുകളൊക്കെ അവൾ എങ്ങനെയാ കൃത്യസമയത്ത് ചാടി വന്ന് തടയുന്നത്? അപ്പോഴേ അവൾക്ക് അങ്ങനെ ഒരു സിദ്ധി ഉണ്ടെന്ന് പ്രഭാവതി പറയുമ്പോൾ സുശീല അങ്ങോട്ടേക്ക് വരികയാണ്. നമ്മൾ ഹോം നേഴ്സിനെ എന്തിനാണ് ഏർപ്പാടാക്കിയതെന്ന് സുശീല ചേച്ചി അറിയാൻ പാടില്ലെന്ന് പ്രതാപൻ പറയുന്നു. തുടർന്ന് അങ്ങോട്ടേക്ക് വരുന്ന സുശീല ചോദിക്കുകയാണ് അല്ല, എല്ലാവരും കൂടി എന്താ ചർച്ച? ഞാൻ കേൾക്കാൻ പറ്റുന്നതാണോ? അതിനെന്താ സുശീലെ, നീയും കൂടി കേൾക്കാൻ പറ്റുന്നതാണ്. ഞങ്ങള് പാർവതിയുടെ കാര്യം പറയുകയായിരുന്നു. അതേസമയം അതിലെ വരുന്ന ഗാർഗി ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുകയാണ്. എന്താ പ്രഭച്ചി കാര്യമെന്ന് സുശീല ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ് നമ്മൾ ആ പാർവതിയോട് പറഞ്ഞതില്ലേ ഗോപിയേട്ടന്റെ കാര്യങ്ങളൊന്നും നോക്കണ്ടെന്ന്. പക്ഷേ വിശാലിന് ഒരേ നിർബന്ധം അവള് തന്നെ നോക്കണമെന്ന്. വിശാലിന് മാത്രമല്ല ഗാർഗിക്കും രാധികയ്ക്കും. എന്തിനേറെ പറയുന്നു, എന്റെ മോൻ വിപിന് വരെ അവള് നോക്കുന്നത് തന്നെയാ ഇഷ്ടം. അതിന്റെ കാരണം എന്താണെന്ന് സുശീലയ്ക്ക് മനസ്സിലായോ? ആഭിചാരം. ഉദയനൂരമ്മ എന്ന് പറയുന്നൊരു ദേവി അവളുടെ നാട്ടിലുണ്ട്. ഏതോ ഒരു ദുർദേവതയാണ്. അവളും ആ ദേവിയെ ഉപാസിക്കുന്നുണ്ടെന്നാ അറിഞ്ഞത്. അവള് നമ്മൾ അറിയാതെ ഈ വീട്ടിലിരുന്നു കൊണ്ട് ഉദയനൂരമ്മയെ പ്രീതിപ്പെടുത്താനുള്ള പൂജകളൊക്കെ ചെയ്യുന്നുണ്ട്. അവളുടെ കയ്യില് ആ ദേവിയുടെ ഫോട്ടോയുമുണ്ട്. സുശീലേച്ചി കണ്ടു കാണും. അവള് എവിടെ പോയാലും ആ ഫോട്ടോയും കൊണ്ടാ പോവുക. അവളുടെ മുറിയിൽ വരെ ആ ഫോട്ടോയുണ്ടെന്ന് പ്രതാപനും പറയുന്നു. ഉണ്ട്, ഞാൻ കണ്ടതാണെന്ന് ജാസ്മിനും പറയുന്നു. ആ ദേവിയുടെ മുന്നിൽ ആഭിചാരങ്ങൾ ചെയ്താലേ ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് വിശാലിനും ഗാർഗിക്കും രാധികയ്ക്കുമൊക്കെ അവളോട് ഇഷ്ടം തോന്നുന്നത്. നമ്മൾ അഞ്ചുപേരുടെ മനസ്സ് ശുദ്ധമായതുകൊണ്ടാ അവളുടെ വിദ്യകളൊന്നും നമ്മളുടെ അടുത്ത് നടക്കാത്തത്. ആ ദേവി ഇവിടെ നിന്ന് പോകണം, എങ്കിൽ മാത്രമേ ഗോപിയേട്ടൻ എഴുന്നേറ്റ് നടക്കുകയുള്ളെന്ന് പ്രതാപൻ പറയുമ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് സുശീല ചോദിക്കുന്നു. അവൾ ചെയ്യുന്നതിനേക്കാൾ വലിയൊരു മന്ത്രവാദം നമ്മൾ ഇവിടെ നടത്തണം. നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വലിയ മന്ത്രവാദിയെ ഇവിടെ നമ്മൾ കൊണ്ടുവരണം. അങ്ങനെ ഒരാളെ ഇപ്പോൾ എവിടെ നിന്ന് കിട്ടാനാണെന്ന് സുശീല ചോദിക്കുമ്പോൾ ആളെയൊക്കെ ഞാൻ കൊണ്ടുവരാമെന്ന് പ്രതാപൻ പറയുന്നു. ഇത് കേൾക്കുന്ന സുശീല പറയുകയാണ് എങ്കിലേ ഒട്ടും വൈകിക്കണ്ട. കാശ് എത്ര ചിലവായാലും കുഴപ്പമില്ല, മന്ത്രവാദം നടക്കട്ടെ. അങ്ങനെ അവർ മന്ത്രവാദം നടക്കാനായിട്ട് എല്ലാം തീരുമാനിച്ച് ഉറപ്പിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പാറുവിന്റെ വീടാണ്. ഉത്സവത്തിന് പോകുമ്പോ ഞാനും ഏതെങ്കിലും പണക്കാരൻ ചെറുക്കന്മാരെ വളച്ചിങ്ങെടുക്കുമെന്ന് പല്ലവി പറയുമ്പോ അംബിക പറയുകയാണ് ഇവള് നമ്മുടെ കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് ഒരു കാശുകാരൻ ചെക്കനെ കണ്ടെത്തി എന്നെ കല്യാണം കഴിപ്പിച്ചില്ലെങ്കിലേ ഞാൻ വേലി ചാടി പോകുമെന്ന് പല്ലവി പറയുന്നു. അതേസമയം കൊറിയർകാരൻ അങ്ങോട്ടേക്ക് വന്ന് വിപിൻ അയച്ച ഫോണാണെന്ന് പറഞ്ഞ് പല്ലവിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ്. കുടുംബത്തിന് ചീത്തപ്പേര് കേൾപ്പിക്കുമെന്ന് പറഞ്ഞ് അംബിക പല്ലവിയെ പൊതിരെ തല്ലുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. വിശാലിനെയും ഗാർഗയും കൊണ്ട് തന്റെ മുറിയിലേക്ക് വന്ന് ഉദയനൂരമ്മയുടെ ഫോട്ടോ കാണിച്ചിട്ട് പാറു ചോദിക്കുകയാണ് ഇതാണോ ദുർദേവത? ഉദയനൂരമ്മ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ദേവി പരാശക്തിയാണ്. ദേവതയൊന്നുമല്ല, നല്ല സത്യമുള്ള ദേവിയാണ്. എന്റെ പാർവതി, അവിടെ അമ്മയും ആന്റിയും അങ്കിളും ഒക്കെ പറഞ്ഞ കാര്യങ്ങള് ഞാൻ നിന്നോട് വന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അവരൊരു മന്ത്രവാദിയെ കൊണ്ടുവരുന്നുണ്ട്. നിനക്കെന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കണമെങ്കിൽ എടുത്തോട്ടെ എന്ന് കരുതിയാ ഞാൻ നിന്നോട് വന്ന് പറഞ്ഞത്. ഞാൻ എന്ത് മുൻകരുതൽ എടുക്കാനാ ഗാർഗി നീ പറയുന്നത്? മന്ത്രവാദി വന്ന് മന്ത്രം ചൊല്ലുമ്പോ മറുമന്ത്രം ചൊല്ലാനോ? എനിക്കതൊന്നും അറിയില്ലെന്ന് പാറു പറയുമ്പോ വിശാല് പറയുകയാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ മന്ത്രവാദത്തിന്റെയൊക്കെ കാര്യം എന്താണെന്നാ എനിക്കറിയാത്തതെന്ന് വിശാല് പറയുമ്പോ ഗാർഗി പറയുകയാണ് അതെന്താണെന്ന് വിശാൽ ബ്രോക്ക് ഇതുവരെ മനസ്സിലായില്ലേ? പാർവതിയുടെ ഉദയനൂരമ്മയെ എന്നേക്കുമായിട്ട് ഇവിടെ നിന്ന് ഒഴിപ്പിക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാമായിരുന്നു. അതിന് അച്ഛമ്മ എവിടെ പോയെന്ന് വിശാല് ചോദിക്കുമ്പോ ഗാർഗി പറയുകയാണ് അപ്പോ ബ്രോ എന്ന് പറഞ്ഞില്ലേ, ഓച്ചിറ ക്ഷേത്രത്തില് കുടില് കെട്ടി അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിരിക്കുകയാണ്. ഈ വീട്ടില് എന്തൊക്കെയായി നടക്കുന്നത്? മന്ത്രവാദം, ഭജനയിരിപ്പ്, വിശ്വാസമൊക്കെ നല്ലതാണ്, പക്ഷേ അന്ധവിശ്വാസം പാടില്ല. തുടർന്ന് ഗാർഗി പറയുകയാണ് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല പാർവതി. നാളെ നടക്കുന്ന മന്ത്രവാദത്തെ തടയാൻ നീ എന്തെങ്കിലും ചെയ്യണം. പാർവതി, ഈ മന്ത്രം, പ്രേതം ഇതൊന്നും എനിക്ക് അറിവില്ലാത്ത വിഷയങ്ങളാണ്. അതിൽ കുറച്ചൊക്കെ സത്യങ്ങളുണ്ടെന്ന് എനിക്ക് ഈ അടുത്ത കാലത്താണ് മനസ്സിലായത്. മന്ത്രവാദി വന്നാൽ പ്രശ്നമാകുമെങ്കിൽ ഗാർഗി പറഞ്ഞതുപോലെ മുൻകരുതലുകൾ എടുക്കണം. അതിന് എന്തൊക്കെയാ വേണ്ടതെന്ന് പറഞ്ഞാൽ മതിയെന്ന് വിശാല് പറയുമ്പോൾ ഗാർഗി പറയുകയാണ് അതെ, പറ പാർവതി, ഞാനും ബ്രോയും നിന്റെ കൂടെ കട്ടയ്ക്ക് തന്നെ ഉണ്ടാകും. തുടർന്ന് പാറു പറയുകയാണ് ദുർമന്ത്രവാദിയായിരിക്കും അവര് കൊണ്ടുവരുന്നത്. പൂജാകർമ്മങ്ങളൊക്കെ ചെയ്താൽ ഈ വീട് മലിനമാകും. ശുദ്ധിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ദൈവങ്ങൾ കുടികൊള്ളുകയുള്ളൂ.
എന്ന് വെച്ചാ കുഴപ്പമാണെന്നാണോ നീ പറഞ്ഞു വരുന്നതെന്ന് ഗാർഗി ചോദിക്കുകയാണ്. അതെ, വലിയ കുഴപ്പമാണെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ്, നീ ഒന്ന് തെളിച്ചു പറയാമോ? ചെയ്യരുതാത്ത കാര്യങ്ങൾ ഇവിടെ ചെയ്താൽ ലക്ഷ്മി ദേവി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകും. ദുർമന്ത്രവാദികൾ ദുർമൂർത്തികളെയാണ് പൂജിക്കുന്നത്. അവരുടെ ദുർമൂർത്തികളെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അവര് മാംസ്യമോ മദ്യമോ രക്തം വരെ ചോദിക്കും. അങ്ങനെ സംഭവിച്ചാൽ ഈ വീട് മുഴുവൻ അശുദ്ധമാകും. ആ നിമിഷം ഉദയനൂരമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഉദയനൂരമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ എനിക്ക് നടക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും മുൻകൂറായി കാണാൻ പറ്റിയെന്ന് വരില്ല. അന്നത്തെ പോലെ വിശാൽ സാറിനെ എനിക്ക് അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ പറ്റിയെന്നും വരില്ല. അങ്ങനെയാണെങ്കിൽ ആ മന്ത്രവാദി ഇവിടെ കാലുകുത്താൻ പാടില്ല. എങ്ങനെയെങ്കിലും തടയണം ബ്രോ എന്ന് ഗാർഗി പറയുന്നു. മന്ത്രവാദി തടഞ്ഞതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല. ഇവിടെ വരാതെ തന്നെ അയാൾക്ക് പൂജകളൊക്കെ ചെയ്യാൻ സാധിക്കും. കൂടോത്രം ചെയ്യാനും അവരെ കൊണ്ട് സാധിക്കുമെന്ന് പാറു പറയുമ്പോൾ വിശാൽ പറയുകയാണ്, ഇപ്പോ നീ പറഞ്ഞു വരുന്നത് ഇതല്പം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന പ്രശ്നമാണെന്നാണോ? നീ പേടിക്കുകയൊന്നും വേണ്ട. നീ കുറച്ചു നേരം സ്വസ്ഥമായിരുന്ന് എന്ത് ചെയ്യാമെന്ന് ആലോചിക്ക്. എന്നിട്ട് അത് ഞങ്ങളോടും കൂടി പറ. നീ തോൽക്കാനേ ഞങ്ങൾ സമ്മതിക്കില്ല. അത്രയും പറഞ്ഞ് വിശാലും ഗാർഗിയും അവിടെ നിന്ന് പോകുമ്പോ ഗായത്രിയമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. പാർവതി, മറ്റുള്ളവർക്ക് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നിനക്ക് മുൻകൂറായി കാണും. നിന്റെ ആ സിദ്ധിയായിരുന്നു എനിക്ക് നിന്നിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് ഉദയനൂരമ്മ നിനക്ക് നൽകിയ വരമാണെന്നും എനിക്കറിയാം. ഉദയനൂരമ്മയുടെ സാന്നിധ്യം ഇവിടെ നിന്നില്ലാതായാൽ നിനക്ക് ആ സിദ്ധി നഷ്ടമാകുമോ എന്നാണ് എന്റെ ഭയം. ഗോപിയേട്ടൻ ഇന്ന് ജീവനോടെ ഇരിക്കാൻ തന്നെ കാരണം നീയാണെന്ന് എനിക്കറിയാം പാർവതി. ഇത് കേൾക്കുന്ന ഗായത്രി പറയുകയാണ്, കാട്ടൂർ ഭൈരവനെ തേടിയാണ് പ്രതാപൻ പോയിരിക്കുന്നത്. അധർമ്മ കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു മാന്ത്രികനാണത്. അയാളുടെ ഉപാസനമൂർത്തികൾ ഒന്നല്ല 5 നിന്നെയും അയാള് അപായപ്പെടുത്തിയേക്കും. നീ സൂക്ഷിക്കണം. ദൈവമേ, ഇതിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഇത് കേൾക്കുന്ന ഗായത്രി പറയുകയാണ്, മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ ഉദയനൂരമ്മ നിന്നെ സഹായിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ജീവൻ രക്ഷിക്കാനും ഉദയനൂരമ്മ വരും. ഭയമല്ല ഇവിടുത്തെ വികാരം, വിശ്വാസമായിരിക്കണം. എനിക്കിതൊക്കെ പറഞ്ഞു തരാനേ സാധിക്കൂ. പ്രാവർത്തികമാക്കേണ്ടത് പാർവതിയാണ്. അത്രയും പറഞ്ഞിട്ട് ഗായത്രി അവിടെ നിന്ന് പോകുമ്പോ ഉദയനൂരമ്മയോട് പ്രാർത്ഥിക്കുകയാണ് പാർവതി. വീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. അങ്ങനെ പ്രതാപനും പ്രഭാവതിയും ചേർന്ന് കാട്ടൂർ ഭൈരവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അയാള് തന്റെ മന്ത്രവാദം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തുടർന്ന് പ്രതാപൻ പറയുകയാണ്, ഞാൻ ഇയാളെ തേടി അങ്ങോട്ടേക്ക് ചെന്നപ്പോഴേ പാർവതിയെക്കുറിച്ചെല്ലാം ഇയാൾ ഇങ്ങോട്ടേക്ക് പറയുകയായിരുന്നു. ഇയാളെ ആള് സൂപ്പറാണെന്ന് പ്രതാപൻ പറയുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് പാർവതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.